എൻ്റെ പൊന്ന് കേരള മീഡിയ ടീംസേ, ദുബായിൽ ഈ ഒരു വാറിലുണ്ടാകുന്നതിനെക്കാട്ടി കൂടുതൽ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ഈ ന്യൂസ് കണ്ട് പല വീടുകളിലും കേരളത്തിലുണ്ടാകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വളരെ ടെൻഷൻ അടിച്ചാണ് ഫോൺ വിളിക്കുന്നത്. ഡെയിലി വിളിച്ചിട്ട് പറയുവാണ് ന്യൂസിൽ അത് കണ്ടു ഇത് കണ്ടു എന്ന്. ഞാൻ സത്യം പറയട്ടെ, സമയം ഏകദേശം 6 മണിയാകാൻ പോകുന്നു. നിങ്ങൾ നോക്കിയതാണ്ട് ഇവിടെ മൊത്തത്തിൽ ഓപ്പറേഷനിലാണ്. ദാണ്ട മെട്രോയും പോകുന്നു. ദുബായ് എന്ന് പറയുന്ന സിറ്റി വളരെയധികം സേഫ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരിക്കലും UAEയും ഇറാനും തമ്മിലുള്ളൊരു വാറല്ല. ഇത് USA-യും ഇറാനും തമ്മിലുള്ളൊരു വാറാണ്. USA-യുടെ പല മിലിറ്ററി ബേസിസും എൻ്റയർ UAEയിലുണ്ട്. എൻ്റയർ UAEയിൽ മാത്രമല്ല, GCC മൊത്തത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് സൗദി അറേബ്യയിൽ അറാംകോ അടിച്ചതും ഖത്തറിലും പല സ്ഥലങ്ങളിലും ഇവർ ബോംബ് ചെയ്യുന്നത്. ഇപ്പം UAEയിലെ ഡിഫൻസ് സിസ്റ്റം നോക്കുവാണെങ്കിൽ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസ് സിസ്റ്റമാണ്. ഏകദേശം 24 hours ഇത് വർക്കിംഗ് ആണ്. ഏകദേശം 665 മിസൈൽസ് ആൻഡ് ഡ്രോൺസ് ആണ് UAEയിൽ വന്നത്. പക്ഷേ അതിനകത്ത് 97% ഇത് തകർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ നോക്കുവാണെങ്കിൽ പല സ്ഥലത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെ സാധനങ്ങൾ വീണു അല്ലെങ്കിൽ ബോംബ് വീണെന്ന്. ഒരിക്കലും ബോംബല്ല വീണത്. ഇതിപ്പം മേളിൽ നിന്ന് പൊട്ടിക്കുന്ന സാധനം, അതിൻ്റെ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഡെബ്രീസ്, അതാണ് പലതും താഴെ വീണ് ഫയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അല്ലാതെ ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റം നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, വേൾഡിലെ ബെസ്റ്റ് ആണ്. അതുമാത്രമല്ല, ഇപ്പം UAEയിലെ സേഫ്റ്റി നോക്കുവാണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ടൂറിസ്റ്റുകൾ പലരും ഇവിടെ കുടുങ്ങിപ്പോയിരിക്കുവാണ്. അവരെ വളരെയധികം സഹായിക്കുവാണ്. കാരണം അവരുടെ ടിക്കറ്റ്സ് നീട്ടി കൊടുക്കുകയും അവർക്കുള്ള സ്റ്റേ കൊടുക്കുകയും അതുമാത്രമല്ല അവർക്കിപ്പം ഓൺ അറൈവൽ വിസ കൊടുക്കുകയൊക്കെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നത്. ഇത്രയും എഫേർട്ട് എടുക്കുന്ന ഒരു ഗവൺമെൻറ് നമ്മുടെ മുന്നിൽ നിൽക്കാൻ നേരത്ത് നമ്മൾ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്?